കയ്യിലുള്ള പണമെല്ലാം കൂട്ടിവെച്ച് ഈ മനുഷ്യൻ വെറും ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് കറങ്ങി നടക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്കായി ഒരു നിമിഷം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ദീർഘായുസിനു വേണ്ടി മാത്രമല്ല, മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും ഏറ്റവും മികച്ച ഔഷധം യാത്രകൾ ചെയ്യുന്നതാണെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പുതിയ ഇടങ്ങൾ കാണുന്നതും പുതിയ മനുഷ്യരെ പരിചയപ്പെടുന്നതും മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഉണർവ് നൽകും. മറ്റുള്ളവരെ അപേക്ഷിച്ച് യാത്ര ചെയ്യുന്നവരിൽ ആത്മവിശ്വാസം എപ്പോഴും കൂടുതലായിരിക്കും. കാരണം അവർ പരിചയപ്പെടുന്നത് പുതിയ സ്ഥലങ്ങൾ മാത്രമല്ല, പുതിയ സംസ്കാരങ്ങളും ലോകങ്ങളുമാണ്. യാത്രകൾ നമ്മളിൽ നൽകുന്ന പ്രതിരോധ ശക്തി ചില്ലറയല്ല. ഒരു വ്യക്തി ഒരിക്കലും ഒരേ കാലാവസ്ഥയിലല്ലല്ലോ ജീവിക്കുന്നത്. വ്യത്യസ്തമായ ദേശങ്ങളിലൂടെയും കാലാവസ്ഥകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൽ ചെറിയ അസുഖങ്ങളോ പൊടികളോ ഒക്കെ പറ്റിയെന്ന് വരാം. എന്നാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയകളോട് പൊരുതാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നതിലൂടെ ഭാവിയിൽ സാധാരണ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഇത് ഗണ്യമായി കുറയ്ക്കുന്നു. യാത്രാവേളകൾ ഒരിക്കലും ഒരു സാധാരണ ദിവസം പോലെ ആയിരിക്കില്ല. ചുറ്റുപാടുകളിലും ദിനചര്യകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിന് വലിയ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. വലിയ ഉത്കണ്ഠകളിൽ നിന്നും പതിവ് ചട്ടങ്ങളിൽ നിന്നും ഒരു അവധി എടുക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത ലഭിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു ക്ലിക്കിൽ പുതിയ ബന്ധങ്ങൾ കിട്ടുമെങ്കിലും ഒറ്റ ബ്ലോക്കിൽ അടുത്തവർ പോലും അകന്നു പോകുന്ന അവസ്ഥയാണ്. ടെക്നോളജി ജീവിതം എളുപ്പമാക്കിയെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. തൊഴിലിടങ്ങളിലെയും സമൂഹത്തിലെയും സമ്മർദ്ദങ്ങൾ മൂലം നിരവധി ആളുകൾ വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നു. എന്നാൽ ഈ സ്ഥിരം താവളങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് മാനസികാരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷാദ രോഗത്തിനുള്ള സാധ്യതയെപ്പോലും ഇത് ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ എത്രയധികം യാത്ര ചെയ്യുന്നുവോ അത്രയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് കൂടുതൽ വിശാലമാക്കും. പുതിയ സംസ്കാരങ്ങൾ അനുഭവിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനേറെ സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ കാര്യമെടുത്താലോ, വർഷങ്ങളായി അവധിയെടുക്കാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത 30% കൂടുതലാണെന്ന പഠനങ്ങൾ പറയുന്നു. എന്നാൽ യാത്രകൾ പതിവാക്കുന്നതിലൂടെ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും നല്ല രീതിയിൽ കുറയുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴേ ഉള്ളിൽ തുടങ്ങുന്ന സന്തോഷം അളവറ്റതാണ്. പുതിയ വസ്ത്രങ്ങളോ സ്വർണങ്ങളോ വാങ്ങുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷം ഒരു യാത്ര തരും. ആ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നത് വരെ ആ ആവേശം നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. സ്ലിം ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും ആഗ്രഹിക്കുന്നവർക്കും യാത്ര ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഓഫീസുകളിൽ മണിക്കൂറുകളോളം അനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി യാത്രകളിൽ നമ്മൾ ധാരാളം നടക്കുകയും കായികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഇത് ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസ് നിലനിർത്താനും സഹായിക്കും. സാഹസിക യാത്രയാണെങ്കിൽ പറയുകയും വേണ്ട, അതിന്റെ ഗുണം ഇരട്ടിയാണ്. ചുരുക്കത്തിൽ യാത്രകൾ വെറുമൊരു ഷോയല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യത്തിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ്. ഇനി വൈകേണ്ട, നിങ്ങളുടെ അടുത്ത യാത്രയ്ക്കുള്ള പ്ലാൻ ഉടൻ തന്നെ ബുക്ക് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.